കൊടുത്താ പോരെ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം പറഞ്ഞു ശിർക്കാകുന്ന സഹായം ചോദിക്കലുണ്ട്, ശിർക്കാകാത്തതും ഉണ്ട്. പക്ഷെ ഒന്നും ചോദിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. എന്ത് ചോദിച്ചാലും അത് ഹറാമാണ്, ചിലത് ശിർക്കുമാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്നോളമുള്ള നിലപാട്. നിങ്ങൾ നോക്കൂ, ഇത് ഹനീഫ കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും 2012 ജനുവരിയിൽ ജമിയത്തുൽ ഉലമയിൽ ഈ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഈ കള്ള ഹദീസ് എന്ന് ഇവർ പറയുന്ന യാ ഇബാദല്ലാഹ് എന്ന ഹദീസ് അത് വോട്ടാക്കി മാറ്റി സംഘടന പിടിച്ച ശേഷം യാ ഇബാദല്ലാഹിനെ പറ്റി ചർച്ച വെച്ചു. അതിന്റെ അവസാനം കണ്ടോ, ജിന്നിനോടുള്ള സഹായതേട്ടത്തിന്റെ വിശദീകരണമായി ഷെയ്ഖ് സാലി ആലു ഷെയ്ഖ് നടത്തിയൊരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഹനീഫ കായക്കൊടി എഴുതാ, നല്ലോണം കേട്ടോ, അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ. ശിർക്ക് എന്നാണോ? എന്താ നിങ്ങൾ ശിർക്ക് എന്ന് പറയാത്തെ? ഹറാമ് എന്ന് പറയണത് ശിർക്കാന്നങ്ങ് പറഞ്ഞൂടെ? ഇവിടെ എന്താ പറഞ്ഞത്? ഹറാമെന്നാ അല്ല ശിർക്കെന്നാ? അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ, ജിന്നിനോടുള്ള സഹായതട്ടം ഹറാമാണ്. സവാഉൻ കാനത് ഇസ്തിആനതൻ ബിൽ ജിന്നിൽ കാഫിരി ശൈത്താൻ, ശൈത്താനായ കാഫിർ ജിന്നിനോടാണെങ്കിലും അം ബിൽ ജിന്നിൽ മുസ്ലിം ജിന്നിനോടാണെങ്കിലും. അപ്പൊ ആര് പറഞ്ഞതാ? സാലി ആലു ഷെയ്ഖ് പറഞ്ഞു. അത് ഹനീഫ് കായക്കൊടി എടുത്തു കൊടുത്തു. അപ്പൊ എന്ത് ചോദിച്ചാലും മസല പിടിച്ച് ശിർക്ക് എന്ന് പറയുന്ന ഏർപ്പാട് 2012 ജനുവരി വരെ ഇല്ല. അപ്പൊ പുതിയ തൗഹീദ് ഉണ്ടോ? 2010 പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നിട്ട് സുഹൃത്തുക്കളെ, ഈ ആരോപണം മടവൂർ വിഭാഗം കുത്തിപ്പൊക്കിയ ഈ ശിർക്ക് ആരോപണം സമസ്തക്കാർ ഏറ്റുപിടിച്ചു. മുജാഹിദുകൾക്കെതിരെ കിട്ടിയൊരു വടി എന്ന നിലക്ക്, നിങ്ങൾ തൗഹീദിന്റെ ആളുകളല്ലേ, നിങ്ങൾ ഇപ്പൊ ശിർക്കിലേക്ക് പോയില്ലേ, ഇനി നിങ്ങൾക്ക് തൗഹീദ് പറയാനെന്ത് അവകാശം? അമ്പലക്കടവ് ഫൈസിയും കൂട്ടരും മറ്റു ചിലരും. അപ്പൊ നമ്മൾ മറുപടി കൊടുത്തു. ഹനീഫ കായക്കൊടി തന്നെ ഈ അടുത്ത കാലത്ത് കടവത്തൂരിൽ വന്നിട്ട് നന്ദിയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയാണ്, കേട്ടോളൂ. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ ഉണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. 2010 2011 കൃത്യ ഡേറ്റ് എനിക്ക് ഓർമ്മല്ല. കടവത്തൂരില് മുജാഹിദ് സെന്റർ എന്ന് പറഞ്ഞ സെന്റർ സ്ഥാപിച്ചിട്ട് അതിന്റെ ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് 2-3 ദിവസത്തെ പരിപാടി, ഒരു ദിവസം ഞാൻ ഒരു ദിവസം ഹനീഫ, അന്ന് വന്ന് പറഞ്ഞതാണ്, ഈ അടുത്ത് പറഞ്ഞതാ. അപ്പൊ നമ്മൾ ആരും ഇത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഹനീഫ് കായക്കൊടിയോട്, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു കൂട്ടരിപ്പുണ്ട് എന്നാണ് നിങ്ങൾ വാദിച്ച് നടക്കുന്നത്. അത് തെളിയിച്ചു എന്നാണല്ലോ നിങ്ങളുടെ വാദം. എങ്കിൽ നിങ്ങൾ വേഗം പോയിട്ട് നന്ദി കമ്മിറ്റിയോട് പറയും, അപ്പൊ തെളിഞ്ഞല്ലോ, ഞാൻ പോലീസുകാരെ സാക്ഷി നിർത്തി പറഞ്ഞാണല്ലോ, അള്ളയും മലക്കും ഏതായാലും സാക്ഷിയാണ്, അതുകൊണ്ട് ആ പള്ളി പൂട്ടിയിട്ട് ആ താക്കോലൊന്ന് സുന്നിയാളെ കോളേജിൽ ഏൽപ്പിക്കണം. നിങ്ങൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച കാര്യം അത്. നമുക്കിടയിൽ ഒരുത്തനും അങ്ങനെയല്ല. ഈ പയ്യന്നൂരിൽ വന്നിട്ട് 2011 ഫെബ്രുവരിയിൽ ഈ ദുഷ്പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുപ്രസിദ്ധനായ നേതാവ് പറഞ്ഞത് കേട്ടോളൂ. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. പയ്യന്നൂര് വന്ന് പറഞ്ഞതാ 2011. ഇപ്പൊ ഇയാൾ പറയുന്നത് എന്താ? 6-7 വർഷമായിട്ട് സക്കരിയ ശിർക്കിലാണ്, അവനെ ശിർക്കിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ അന്ന് പറഞ്ഞത് നുണ, അല്ലെങ്കിൽ ഇന്ന് പറയുന്നത് നുണ.
ഇന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അന്ന് പറഞ്ഞത് നുണയാണ്, അന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് പറയുന്നത് നുണയാണ്. അല്ലെങ്കിൽ അന്ന് എന്താ പറയേണ്ടിയിരുന്നത്? ഞങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ജിന്നുകളോട് തേടാൻ അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ട്, ഞങ്ങൾ അവരെ ഗുണദോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ചില്ലെങ്കിൽ ഒരക്കത്തിനെ എടുത്ത് പുറത്തിടും എന്നാ പറയേണ്ടിയിരുന്നത്. അത് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്തത് പറയാണ്. നമ്മൾ ആരും അങ്ങനെ വാദിച്ചിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, എന്നെ കുറിച്ച് അനസ് മുസ്ലിയാർ തന്നെ പറയുന്നു, ഈ 23 നടപടിക്രമത്തിലൂടെ 6-7 കൊല്ലമായി ഞാൻ ശിർക്കിലാണെന്ന അബ്ദുറഹ്മാൻ സലഫിയുടെ വിശദീകരണം പലയിടത്തും വായിച്ചു വിശദീകരിച്ച എന്റെ സുഹൃത്ത്, നമ്മളെ പഴയകാല വിപ്ലവ വായാടിയായ അനസ് കേട്ടോളൂ പറയുന്നത്. മറുപടി പറഞ്ഞു, എന്ത് ജിന്നോടും മലക്കിനോടൊക്കെ സഹായം നേടാൻ ഒരു പ്രശ്നമില്ല, അങ്ങനെ ഇവർ ചോദിച്ച ചോദ്യത്തിനൊക്കെ അങ്ങനെ മറുപടി പറഞ്ഞു എന്ന്. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഒരു മനുഷ്യനെ പച്ചക്ക് കബളിപ്പിക്കുക, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മടവൂരിസം തിന്മക്ക് നാശത്തിന്, ചതിക്ക് വഞ്ചനക്ക്. ആ വർത്തമാനം പത്രത്തിലെ ആളുകളെ ചതിച്ച് വഞ്ചിച്ച് അതുകൊണ്ട് പൂതി തീരാതെ അള്ളാന്റെ പള്ളിയുടെ മുന്നിൽ മാറു തുറക്കാനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ വഞ്ചിച്ച് അള്ളാന്റെ പള്ളിയെ വഞ്ചിച്ച് എന്നിട്ടൊന്നും പൂതി തീർന്നില്ലേ? നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ കായംകുളത്ത് സംഭവിച്ചത്? ഒന്നാമത്തെ ചോദ്യം, ആ നോട്ടീസിൽ കൊടുത്ത ഒന്നാമത്തെ ചോദ്യം വായിച്ച് സക്കറിയ സലാഹി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. ഇതാണ് ഞാനുമായി ബന്ധമുള്ളത്, മറ്റെല്ലാം പച്ചക്കളവുകളാണ്. സക്കറിയ സലാഹി എന്ന് പറഞ്ഞിട്ട് 16 എണ്ണം കൊടുത്തിൽ ഈ 5 എണ്ണം മാത്രമാണ് ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളത്. ഒന്നാമത്തെ എന്താ അറിയോ? അപകടഘട്ടങ്ങളിൽ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ലോകത്തുള്ള സർവ്വ മടവൂരികളെയും. എവിടെയാ ഞാനിത് എഴുതിയത്? കാണിച്ചു തരണം നിങ്ങള്. പച്ച നോണ അച്ചടിച്ചു വിടുക ദീനീ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട്. ഇതാണ് ദീനീ പ്രവർത്തനം. എന്നിട്ടോ ഇവിടെ ഉണ്ട്. പിന്നെ കേട്ടോളൂ നിങ്ങള്, ജിന്ന് മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല, ഏർപ്പെടുന്നു പറഞ്ഞ തെളിവില്ലാന്നാണ് ഞാൻ എഴുതിയത്. സാൽവേഷൻ ഞാൻ വിതരണം ചെയ്ത പുസ്തകത്തിൽ കാണാം. എന്നിട്ട് അത് എന്റെ പേരിൽ ആരോപിച്ചിരിക്കാം. കണ്ടോ എന്താ തേടാമോ? തേടാമെന്നോ? മനുഷ്യരോട് ജിന്നിനോട് മലക്കിനോട് വിളിച്ച് തേടാന്നാ പറഞ്ഞത്? ആണോ? ആണോ? അതാ ഞാനും ചോദിക്കുന്നത്, ആണോ? പച്ചക്കളവല്ലേ ഇപ്പൊ നിങ്ങൾ പറയുന്നത്? 2010 ജനുവരിയിൽ ഞാൻ കായംകുളത്ത് പോയി പ്രസംഗിച്ച ക്ലിപ്പാണ് മൂപ്പരിടുന്നത്. അപ്പൊ അതിന് ശേഷം മൂപ്പര് പ്രസംഗിക്കണത്. ഞാൻ പ്രസംഗിച്ച് അതിന്റെ CD ഇറങ്ങി, അതിനെക്കുറിച്ച് വിവാദമുണ്ട്. അപ്പൊ 2010 ജനുവരി കഴിഞ്ഞ് 1-2 മാസം കഴിഞ്ഞിട്ടാണ്. അതുവരെയും ഞാൻ അങ്ങനെ വാദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? എന്തിനധികം 2011 ഒക്ടോബറിൽ ഞാൻ 10 കൊല്ലമായി ഖുതുബ നടത്തുന്ന തലശ്ശേരി മുജാഹിദ് പള്ളിയിൽ വന്നിട്ടും ഇതേ ക്ലിപ്പ് ഇട്ടിട്ട് ഈ ആശാൻ പറഞ്ഞു സക്കറിയ സലാഹിക്ക് അങ്ങനെ വാദല്ല. 2011 നവംബറിൽ ബഹ്റൈനിൽ പോയിട്ട് പറഞ്ഞു സക്കറിയ സലാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാമെന്ന് സഹായം തടന്നു പറഞ്ഞിട്ടില്ല. ഒരു ഖുബൂരിയുടെ ചോദ്യത്തിന് മറുപടി. അപ്പൊ എന്തായി? ഞാൻ ഇത്ര കാലം ശിർക്കിലായിരുന്നു എന്ന നിങ്ങളുടെ വാദം പൊളിഞ്ഞു. ഇവിടെ നിങ്ങൾ കേട്ടില്ല മടവൂരികളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? മടവൂരിസം തിന്മക്ക് നാശത്തിന്, ചതിക്ക് വഞ്ചനക്ക്. എന്നാൽ ആ ചതിയന്മാരെയും വഞ്ചകന്മാരെയും ഇപ്പൊ കൂടെ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുക നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടിയുടെ വനരോധനം 2013 ഫെബ്രുവരി 1. എന്താണ് കേട്ടോളൂ. ആർക്കു മുമ്പിലും നേതൃത്വം വാതിലുകൾ കൊട്ടിയടച്ചിട്ടില്ല. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശൈലിയുമല്ല. ഇടക്കാലത്ത് പ്രസ്ഥാനത്തും പിരിഞ്ഞുപോയവരും ഈ കാര്യം ചിന്തിക്കണം. ദുർബല ഹദീസുകാരെ ഒറ്റപ്പെടുത്തി ഐക്യത്തോടെ പ്രബോധനത്വം തുടരാൻ കേന്ദ്ര നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. പോലെപ്പോ മാമോദീസ മുക്കി നന്നാക്കി ഒന്ന് വരി, ഞങ്ങൾക്ക് ആരുമില്ല, യാ ഇബാദല്ലാഹ് നൂനി, അള്ളാന്റെ അടിമകളെ ഒന്ന് സഹായിക്കൂ എന്ന് പറയാണ്. റേറ്റപ്പ് ഇട്ട് കൊടുത്തത് എന്താണെന്നറിയോ? കോളത്തിൽ കൊടുത്തത് കേട്ടോളൂ. തൗഹീദി പ്രചരണം ആഗ്രഹിക്കുന്ന സംഘടനാ വേദികളില്ലാത്ത പലരുമുണ്ട്. അവർക്കും കേരള നേതൃത്വത്തിൽ മുജാഹിദ് എന്ന മഹാപ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയും. സംഘടന വേണ്ടാന്ന് സുബൈർ മംഗളിന്റെ ആളുകളോട് ഒരു ഇസ്തിഗാസ. ഇനി മടവൂരിയുള്ള ഇസ്തിഗാസ കേട്ടോളൂ. പിരിഞ്ഞുപോയ പലരും തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരുമാണ്. അവരുടെ സേവനവും പ്രതീക്ഷിക്കാവുന്നത് തന്നെ. കണ്ടോ? നിവൃത്തികേട് കൊണ്ട് ഗതി കിട്ടാതായി മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കപ്പല്. കണ്ടോ? ആ രൂപത്തില് ഇപ്പൊ മടവൂരിസത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, സക്കറിയ സലാഹി എന്നും പറഞ്ഞിട്ട് എന്തെല്ലാം കള്ളാരോപണങ്ങൾ ഇവർ നടത്തി. 2012 ജനുവരിയിൽ കോക്കസ് നേതാവ് സലീം ചാലിയത്തെ സ്റ്റേജിലിരുത്തി
ടി പി അബ്ദുള്ള കോയ മദനിയുടെ നാട്ടിൽ വെച്ച് ഹുസൈൻ സലഫി പറഞ്ഞത് കേട്ടോളൂ. ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോയ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. 2012 ജനുവരിയിൽ അദ്ദേഹം പറഞ്ഞതാ, ഞാൻ പറയിപ്പിച്ചതല്ല, വസ്തുതകൾ അദ്ദേഹം എടുത്തു പറഞ്ഞതാണ്. നോക്കൂ നിങ്ങൾ, ഈ രൂപത്തിൽ മടവൂരികൾ കൊണ്ടുവന്ന ശിർക്ക് ആരോപണത്തെ 2012 വരെയും എതിർത്ത് തോൽപ്പിച്ച നാം 2012 അതേ ആരോപണം ഏറ്റെടുത്തു, ഒരു കോക്കസ്. എന്നിട്ട് മടവൂരികൾ പറഞ്ഞതുപോലെ നമുക്കത് ശിർക്കാരോപണം നടത്താൻ തുടങ്ങി. ഇപ്പൊ ഇവര് സഹായം ചോദിച്ച മടവൂരികൾ എവിടെ എത്തിയെന്നറിയങ്ങള്? മടവൂരികൾ ഇപ്പൊ ഇറക്കിയ ഒരു പുസ്തകമാണ് ചേകന്നൂർ അകവും പുറവും. എഡിറ്റർ മുജീബുർ റഹ്മാൻ കിനാലൂർ. ആരാ? മടവൂർ വിഭാഗത്തിന്റെ ISMന്റെ ജനറൽ സെക്രട്ടറി. അയാൾ എഴുതി കേട്ടോളൂ. കേരള മുസ്ലിം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ലഘു ആമുഖം. ചേകനൂർ മൗലവിയെ ഒരു പരിഷ്കർത്താവ് എന്ന നിലയിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അനിവാര്യമാണ്. നവോത്ഥാന ചരിത്രത്തിന്റെ 3-ാം ഘട്ടം പിന്നിട്ട ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ രംഗപ്രവേശം. കണ്ടോ? ഹദീസ് നിഷേധമടക്കമുള്ള ഒറ്റപ്പെട്ട അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിനുശേഷമാണ്. അപ്പൊ ചേകൻ ഒരു പരിഷ്കർത്താവാണ്. ഹദീസ് നിഷേധം ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ബുദ്ധ കുഫറല്ലേ അദ്ദേഹം പറഞ്ഞത്? ഖുർആൻ മാത്രം മതി, ഒറ്റ ഹദീസും വേണ്ട. അബൂ ഹുറൈറ കള്ളനാണ്, ആയിഷ റളിയല്ലാഹു കള്ളത്തിയാണ്, ജൂത ഏജന്റുമാരാണ് എന്ന് പറഞ്ഞ ആളെ പറ്റി പറയാണ് അയാൾ പരിഷ്കർത്താവാണ്. നീ കേട്ടോളൂ, മടവൂരികൾ എവിടെ എത്തി മനസ്സിലായിക്കോളൂ. ഒരു നവോത്ഥാന ചിന്തകൻ എന്ന നിലയിൽ തനിക്കും ആരും ചെയ്യാത്ത വ്യത്യസ്തമായ യാതൊന്നും ചേകനൂർ മൗലവി ചെയ്തിട്ടില്ല. നവോത്ഥാനാശയക്കാരായ പലരും മുമ്പ് തന്നെ പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് താനും. ആ പരമ്പരയിൽ കണ്ണിയാണ് വാസ്തവത്തിൽ ചേകന്നൂർ മൗലവിയും. അപ്പൊ അദ്ദേഹം നവോത്ഥാന നായകനായി, പരിഷ്കർത്താവായി. ഒറ്റപ്പെട്ടൊരു ചെറിയ ഹദീസ് നിഷേധം ഉണ്ടായിരുന്നു. ഹദീസ് നിഷേധത്തെ ലഘുവാക്കി. ശുദ്ധ കുഫറല്ലേ? ചേകനൂരായ ഇസ്ലാം എന്ന് പുറത്തുപോയി, ഷഹാദത്തിൽ 2ാമത് മുസ്ലിം ആകണം. ആ ചേകനൂരിസത്തിന് പോലും ഹല്ലേലൂയ പാടുന്ന ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. എന്നിട്ടാണ് നമ്മൾ ഇസ്ഹാഖലി ഒന്ന് സഹായിക്കണേ പിരിഞ്ഞു പോയവരെ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ പന്നൂർ എന്താക്കിയാരോ പ്രതികരണം എന്ന കോളത്തിൽ കൊടുത്തു. അത് ഇദ്ദേഹം നമ്മളെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇതിന്റെ സബ് എഡിറ്ററുമാണ്. വിചിന്തനത്തിന്റെ സബ് എഡിറ്റർ പ്രതികരണോ? ഇപ്പൊ AP അബ്ദുൽ ഖാദർ മൗലവിന്റെയും ടീപ്പിന്റെ ഒക്കെ പ്രതികരണം വരും. പ്രതികരണം തന്നെ തള്ളാലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവരെ ഗതികേട് ഇപ്പൊ എവിടെ എത്തി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ നമുക്കെതിരില് മടവൂരികൾ കുത്തിപ്പൊക്കുകയും സമസ്തക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത ശിർക്കാരോപണം ഒന്നിച്ചു നിന്നെതിർത്തു നാം. തെളിവുകളുടെ പിൻബലത്തോടെ നേരിട്ടു നാം. അന്ന് അമ്പലക്കടവ് ഫൈസിക്ക് ഈ അനസ് മുസ്ലിയാർ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ അറിയാം. അതിലെ ഓരോ വാചകവും ഇന്ന് അനസ് മൗലവിക്കുള്ള മറുപടിയാണ്. അന്ന് അമ്പലക്കടവ് ഫൈസ് നമുക്കെതിരെ ഉന്നയിച്ചിരുന്ന ശിർക്കാരോപണം ഇന്ന് അനസ് മുസ്ലിയാരാ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് അന്ന് അനസ് കൊടുത്ത മറുപടി ഇന്ന് അനസിന് തന്നെയുള്ള മറുപടിയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമല്ല പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ്, പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിന്റെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ മരുഭൂമി എന്ന ചുട്ടുപൊള്ളുന്ന മണൽക്കാടാ. ഒരു ആരും തുണക്കുണ്ടാവില്ല, റോഡും ഇല്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാഹിനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നാ. ഇപ്പൊ പറഞ്ഞത് അള്ളാഹിനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതാ ഞങ്ങളിപ്പോ ചോദിക്കുന്നത്, ഒരു തുണ്ട് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾ അന്ന് അമ്പലക്കടവിനോട് ചോദിച്ച ചോദ്യം ഇന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾക്ക് മറുപടി പറയുകയാണ്. അതോട്ട് ഇങ്ങനെ നടക്കരുത് വല്ലാണ്ട്. കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല.
അതാ ഞങ്ങൾക്കും പറയാനുള്ളത്. ആ നിലപാട് ശരിയല്ല, ഞങ്ങൾ കളവ് നിർത്തണം. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. പറഞ്ഞത് എന്താ വെച്ചാല്, അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും. ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച്, പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ട് അത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയിലെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാനും ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാന്ന് പറയുന്നത് കണ്ടോ? ആ വാചകം കോട്ടിമാട്ടാണ് അദ്ദേഹം. ഒരാൾ അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്. വാചകം 2007 ഏപ്രിൽ എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാചകം കോട്ടിമാട്ടിയിട്ടാണ് 2012 അദ്ദേഹത്തെ പുറത്താക്കിയത്. അതിൽ ശിർക്കുണ്ടെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് 5 കൊല്ലം വേണ്ടി വന്നു. 5 കൊല്ലം അതിൽ ശിർക്കില്ലെന്ന് നാക്കിട്ടടിച്ച് കേരളത്തിൽ പലയിടത്തും മറുപടി പറഞ്ഞ നിങ്ങൾ അതെല്ലാം പിഴുകി അതിൽ ശിർക്കുണ്ടെന്ന് ഇപ്പോൾ ഗവേഷണം നടത്തി കണ്ടെത്തി. കോട്ടിമാട്ടാതെ നിങ്ങൾക്ക് അത് കഴിയില്ല. പറയട്ടെ. അത് ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? അതാ ഞങ്ങൾ ചോദിക്കുന്നത്. എന്താ തെറ്റതില്? ആ വാചകത്തിന് എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ? ജബ്ബാർ മൗലവിയ എഴുതിയ വാചകത്തിൽ എന്താ ഉള്ളത്? ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ. അപ്പൊ കേൾക്കുന്ന റേഞ്ചിൽ ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ. റേഞ്ച് എത്രയെന്ന് ഇയാളോട് ചോദിച്ചാൽ മതി. മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, മനുഷ്യണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ. അങ്ങനെ വിചാരിച്ചാൽ പ്രാർത്ഥന വരുമോ? ഒച്ച കേൾക്കുന്ന പരിധിയിലോ സിട്ടുണ്ടെങ്കിൽ ഈ ഒച്ച കേട്ടോട്ടെ എന്ന് വിചാരിച്ചാ അത് ദ്വേണോ? എന്താ അതിൽ തെറ്റ്? നിങ്ങൾ പറ. ഇപ്പൊ നിങ്ങൾക്ക് തെറ്റായല്ലോ. ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? അതാ ഞങ്ങൾ ചോദിക്കുന്നത്. എവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയത്? ജബ്ബാർ മൗലവിയെ പുറത്താക്കപ്പോ നിങ്ങൾ ഗവേഷണം ചെയ്തല്ലോ. എവിടുന്ന് നിങ്ങൾക്ക് അത് കിട്ടിയത്? കിട്ടൂല. ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞ് ശിർക്കാരോപണം നടത്തി നിങ്ങളെ കോക്കസുകാർക്ക് താല്പര്യമില്ലാത്തവരെയൊക്കെ പുറത്താക്കുക. അതിന് നിങ്ങൾ കണ്ടുപിടിച്ചതാണ് മടവൂരികൾ ചവച്ചു തുപ്പിയ ശിർക്കാരോപണം. മടവൂരികൾ ഛർദിച്ചതാണ് ഇപ്പൊ നിങ്ങൾ എടുത്തു വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്രയേറെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കാൻ ഒരു കോക്കസ് എന്ന് തന്നെ പറയട്ടെ, പയ്യന്നൂരിലുണ്ട്. ആ കോക്കസിന്റെ കേന്ദ്രമാണ് വൈറ്റ് സിറ്റി. ഈ കോക്കസുകാരാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചത്. എന്നിട്ട് എന്താ ചെയ്തത് നിങ്ങള്? ഒരുത്തനെ KNM-ലേക്ക് കയറ്റി വിട്ടു. തളിപ്പറമ്പുകാരനായ KKP അബ്ദുള്ള. അവൻ ഒത്താശ ചെയ്തു കൊടുത്തത് പയ്യന്നൂരിലും വെള്ളൂരിലുമുള്ള കോക്കസ്. എന്താ ചെയ്തെന്നറിയോ? മടവൂരികൾ കൊണ്ട് നടത്തിയത് കള്ളക്ലിപ്പിന്റെ CD ഉണ്ട്. ജിന്നും ശൈത്താനും പ്രസംഗിച്ചിട്ട് ഇതാ KNM-കാർ ശിർക്കിലേക്ക് പോയിരിക്കുന്നുവെന്ന് പ്രസംഗത്തിന്റെ 1/2 മിനിറ്റ് 1 മിനിറ്റ് അല്ലെങ്കിൽ 35 സെക്കൻഡ് ഒക്കെ ഉള്ള ക്ലിപ്പുകൾ എടുത്തിട്ട് എന്ത് ചെയ്തു? അത് CD ആക്കി. അതിങ്ങനെ കൊണ്ടുവന്നു. മടവൂരികൾ കുറെ കൊണ്ടുവന്നു. ക്ലച്ച് പിടിച്ചില്ല. മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയി. നല്ല 2 സമ്മേളനങ്ങളും സാൽവേഷനും അതുപോലെ തന്നെ നല്ല ദഅ്വാ പ്രവർത്തനങ്ങളുമായി പ്രസ്ഥാനം ഏറെ വളർന്നു. കഴിഞ്ഞ 10 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വളർച്ചയുടെ ഗ്രാഫ് പൊന്തി നിന്ന കാലാണ്. ഇത് കണ്ടിട്ട് മടവൂരികൾക്ക് സഹിക്കുന്നില്ല. അവർ ചാരണ ചട്ടം കെട്ടി. നിങ്ങൾ നോക്കി, 2002 സംഘടന പിളർന്ന ഉടനെ KKP അബ്ദുള്ളയുടെ ലേഖനം നിങ്ങൾക്ക് ശബാബിൽ കാണാം. പച്ച മടവൂരിയായിരുന്നു അവൻ. അവൻ മെല്ലെ നുഴഞ്ഞു കയറി ഇതിലേക്ക് വന്നു. കാരണം തളിപ്പറമ്പിന്റെ ഭാഗത്ത് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് മെല്ലെ KNM-ൽ നുഴഞ്ഞു കയറി. എന്നിട്ട് പോയി ഇവിടെ ആള് കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് മൂക്കില്ലാ രാജ്യത്തെ മുറിമൂക്കൻ രാജാവായി സംസ്ഥാന കമ്മിറ്റിയിലെത്തി. അവനെ ഉപയോഗിച്ചുകൊണ്ട് ഈ കള്ളക്ലിപ്പിന്റെ CD ആദ്യം തളിപ്പറമ്പിൽ കൊടുത്തു, പിന്നെ മേഖലയിൽ കൊടുത്തു, പിന്നെ കണ്ണൂർ കൊടുത്തു, പിന്നെ ലത്തീഫ് വെള്ളൂർ എന്ന് പറയുന്ന ഇവിടുത്തെ കോക്കസ് നേതാവിനെ കൊണ്ട് KNM സംസ്ഥാന കൗൺസിലിൽ വിതരണം ചെയ്യിച്ചു. ഇയാൾ തെറ്റു വന്നു. എന്നിട്ടൊരു സാധാരണ പ്രവർത്തനം ചെയ്ത് CD കൊടുക്കണം മോനെ. അപ്പൊ ആ കുട്ടി വിചാരിച്ച എന്തോ നല്ല തസ്കിയത്തിന്റെ CD ആവുന്നു. അങ്ങനെ വിതരണം ചെയ്തു.
എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പറ്റാന്നെന്തോ പറഞ്ഞപ്പോ പിന്നെ താഴേന്ന് പോണർത്ത് വിതരണം ചെയ്തു. ഈ കള്ളക്ലിപ്പിന്റെ സീഡ് പണ്ഡിതന്മാരെടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ആരാ സൗകര്യം ചെയ്തത്? സൗകര്യം ചെയ്തു കൊടുത്തത് പയ്യന്നൂർ കോക്കസും അബ്ദുറഹ്മാൻ സലഫിയും. KKP തന്നെ പറയുന്നത് കേട്ടോളൂ. ഈ വിഷയത്തിൽ ഞങ്ങളോട് ഫോൺ ക്ലിപ്പാണ്, നല്ലോണം ശ്രദ്ധിക്കണം. തന്റെ സുഹൃത്തിന് ഫോൺ ചെയ്തതാ. ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, ഓര് നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സലഫി ഇപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലേ? അല്ല അത് അയാൾക്ക് എന്തെന്ന് പറഞ്ഞാ ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ പൊരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവം ഉണ്ട്. അത് ശരി. എന്നുവെച്ചാല് മൂപ്പരെ എന്നെ കൊണ്ട് ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പോകുമ്പോ ഓരോരുത്തരെയും MM മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന MM മദനി വിളിച്ചിട്ട് ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ് ഏത് KKP, എന്ത് KKP, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. അത് ചിലക്ക് MM മദനി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പൊടിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പം സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇടപെട്ടിട്ടാണ്. AP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എത്തുന്ന എവിടെ എത്തി ഇങ്ങോട്ട് വിളിക്കും, അവിടെ എന്നാ നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരുമില്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തി ഞാൻ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയില്ലെന്ന് വെച്ച് പറയാനില്ല. അടുത്ത് ഈ വിഷയത്തില് വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി. അല്ല, ഞാൻ വിചാരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സലഫിനോട്. അങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലും മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ്, നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആര് അത്ര വിശ്വാസമില്ല എല്ലാവർക്കാണ്. പിന്നെ മൂപ്പരത് പറയണ്ട്, ഫോണില് പറയണ്ടേയില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല, മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ അങ്ങനെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ പയ്യന്നൂർ ടീം എന്താ പയ്യന്നൂർ ടീമായിട്ടാ പോണത് ഈ കേസ് കള്ള കേസിൽ കൊടുക്കാൻ. ഞങ്ങൾ എത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 10-50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് അത് വരികയാണ്. അല്ലെ, ഞാനെന്താ പറഞ്ഞ ഇതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മൂപ്പര് നേതാക്കന്മാരെ മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരെ സ്ഥാനം. അല്ല, അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും എന്തെന്നാ അബ്ദുൽ ഖദർ എരിഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത്. എത്രത്തോളം ഹനീഫനടക്കം അങ്ങോട്ട് കൊണ്ടുവെത്തിച്ചത് മൂപ്പരല്ലേ. അതില് നമ്മളെന്തിനെ വിളിക്കണ്ട്? നമ്മളെന്ത് നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല, അപ്പൊ അയാൾ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്തോ. എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ എഴുതി വെക്കുകയും ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാമെന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകി പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ കീഴടങ്ങിയാൽ അഭിനയിക്കുകയായിരുന്നു. കേട്ടില്ല നിങ്ങള്? ഈ പ്രസ്ഥാനത്തിൽ അബ്ദുറഹ്മാൻ സലഫിയുടെയും പയ്യന്നൂർ കോക്കസിന്റെയും നേതൃത്വത്തിൽ നടന്ന ചാരപ്പണിയാണ് ഈ പ്രസ്ഥാനത്തെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നതിന് ജീവിച്ചിരിക്കുന്ന തെളിവാണ് KKP അബ്ദുള്ളയുടെ ഫോൺ. കുറെ കാലം തന്റെ സുഹൃത്തായിരുന്ന
മലപ്പുറത്തെ സാലിം എന്ന ആള് പ്രസ്ഥാനത്തിൽ ഒരു ചാരപ്പണി നടക്കുന്നുണ്ട് എന്ന് മണത്തറിഞ്ഞു. അതിന്റെ ഏജന്റ് KKP അബ്ദുള്ളയാണെന്നും മണത്തറിഞ്ഞു. KKP അബ്ദുള്ളയേക്കാൾ, അബ്ദുറഹ്മാൻ സലഫിയേക്കാൾ ഈ ആദർശ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സാലിം ആ ഫോൺ കോൾ റെക്കോർഡ് ചെയ്തു. വ്യക്തിപരമായ കാര്യമല്ല, ദീനിന്റെ കാര്യമാണ്. ഇത് ഒരു പ്രസ്ഥാനത്തെ ഒന്നടങ്കം നശിപ്പിക്കാനുള്ള ചാരപ്പണിയാണ്. കണ്ട നിങ്ങള് പയ്യന്നൂർ കോക്കസിയ പനിക്കൂട്ടി പോവുകയാണ്, പണ്ഡിതന്മാരെ കാണാൻ. 40ഓളം പണ്ഡിതന്മാർക്ക് ഈ കള്ളക്ലിപ്പിന്റെ CD കാണിച്ചു കൊടുത്തു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു. നമ്മുടെ കുട്ടികൾ ISM-ലും MSM-ലും പെട്ട ആളുകളൊക്കെ ഇതാ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നേതാക്കന്മാരെ ധരിപ്പിച്ചു. അവസാനം ഇത് പുറത്തായപ്പോ പയ്യന്നൂർ ടീമിന് അബ്ദുറഹ്മാൻ സലഫിക്ക് ഹാലിളകി ഈ ഫോൺ ക്ലിപ്പ് പുറത്തു വന്നപ്പോ. അപ്പൊ പയ്യന്നൂർക്കാര് പറഞ്ഞു, ഓനെ കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതിയോ. അങ്ങനെ വളപട്ടണത്ത് പ്രസംഗിക്കാൻ വന്നപ്പോ പയ്യന്നൂർ ടീം ഇവനെയും കൂട്ടി പോയി ഒരു വീടൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാ, ഒക്കെ ഞങ്ങളെയൊക്കെ കൃത്യ റെക്കോർഡുണ്ട്, നിങ്ങൾക്ക് മാത്രം അതൊക്കെ അറിയാം. ആ വീട്ടിലേക്ക് ഈ ബഷീർ ഡോക്ടറും കൂട്ടരും ക്യാമറാമാനെയും കൊണ്ടുവന്നു. എന്നിട്ട് അബ്ദുറഹ്മാൻ സലഫി ഒരു കുംഭസാരം എഴുതി കൊടുത്തു. ആ കുംഭസാരം ഇവൻ വായിക്കാണ്. ഞാൻ അങ്ങനെ അന്ന് പറഞ്ഞത് പനി പിടിച്ചപ്പോ പറഞ്ഞതാണ് കേട്ടോളി കുംഭസാരം. ഇത്രയേറെ നാറിയ ഒരു സംഭവം മുജാഹിദ് പ്രസ്ഥാന ചരിത്രത്തിലുണ്ടായിട്ടില്ല. കേട്ടോളൂ കുംഭസാരം. സാലിം എന്ന വ്യക്തിയോട് KKP അബ്ദുള്ള എന്ന ഞാൻ മൊബൈൽ ഫോണിൽ യാതൊരു തത്വദിശയുമില്ലാതെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് സാലിം മുജാഹിദുകളെ ഒന്നടങ്കം കൽപ്പിക്കാൻ ശ്രമിച്ചു. ആ സൗണ്ട് ക്ലിപ്പ് കേൾക്കാനിടയായ മാന്യരായ മുജാഹിദുകളോട് വിനയത്തോടെ നിരന്തരം സാലിം എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. സലഫി മൻഹജ് കേന്ദ്രമുണ്ടാക്കിയ ഒരു മദ്ഹബാണെന്ന വാദം മടവൂരികളാണ്. സലഫി സൃഷ്ടിച്ചതാണ് സലഫി മൻഹജ് എന്ന എന്റെ പരാമർശം പരമാബദ്ധമാണ്. സക്കരിയയും കൂട്ടരും പച്ചയായ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചിട്ടും അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള നേതൃത്വം കടുത്ത നടപടിയെടുക്കാൻ തയ്യാറാവാത്തതാണ് സലഫിയോടും മുജാഹിദ് നേതാക്കളോടും കടുത്ത വെറുപ്പിനും അമർഷണത്തിനും വഴിവെച്ചത്. ധാർമ്മിക രോഷം കൊണ്ട് കണ്ണു കാണാത്ത ഒരവസ്ഥയിലായിരുന്നു അന്ന് ഞാൻ. അബ്ദുറഹ്മാൻ സലഫിയെ പോലുള്ള പണ്ഡിത നേതാക്കൾ സക്കരിയ സലാഹിക്കെതിരെ പരസ്യമായി രംഗത്ത് വരാത്തതും എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. ഒരു വേള സലാഹിയേക്കാൾ ഞാൻ സലഫിയെ വെറുത്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ ജൽപ്പനങ്ങൾ നടത്തിയിരുന്നത്. മുജാഹിദ് സെന്ററിൽ സലഫി ഗ്രൂപ്പ് യോഗം വിളിച്ചു എന്നും സലഫി എന്നെ പോലെയുള്ള കുട്ടികളെ കൊണ്ട് ഗ്രൂപ്പ് കളിപ്പിച്ചു എന്നും തുടങ്ങുന്ന മുഴുവൻ വർത്തമാനങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമാണെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു പറയുകയാണ്. പനിപിടിച്ച് കിടക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞുപോയ പിച്ചുംപയും വലിയ കാര്യമായി സാലിം എന്ന പാണ്ടിക്കാട്ട് വ്യക്തി ചോർത്തിയെടുത്ത് ചാരപ്പണി ചെയ്തപ്പോൾ അത് മുജാഹിദുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണയും പ്രശ്നവും ഇത്രമാത്രം ഗുരുതരമാകുമെന്ന് എനിക്കന്ന് വിചാരിക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രം തീർക്കാനാവാത്ത പ്രശ്നങ്ങളാണ് ആ ക്ലിപ്പ് ഉണ്ടാക്കിയതെന്ന് ആവർത്തിച്ച് ക്ലിപ്പുകൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലാകുന്നു. എങ്ങനെയുണ്ട് കുംഭസാരം? അബ്ദുറഹ്മാൻ സലഫി കുംഭസാരം എഴുതി കൊടുക്കാൻ വളരെ ഉഷാറാണ്. പയ്യന്നൂർ ടീം ബനിയും കൂട്ടി കൊണ്ടുപോയി എന്താ വേണ്ടിച്ചാ ചെയ്തോളൂ, എഴുതി കൊടുത്തു, വായിപ്പിച്ചു. ബഷീർ ഡോക്ടർ ക്യാമറാമാൻ അത് റെക്കോർഡ് ചെയ്തു, ഓനങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഓ നേരെ മടവൂരിക്കട് പോയി. കാരണം അവന്റെ ദൗത്യം വിജയിച്ചല്ലോ. ചാരപ്പണിയുടെ ലക്ഷ്യം എന്താ? ഇത് രണ്ടാക്കല്. അത് നടന്നു. ഓൻ തിരിച്ചുപോയി. സക്കരിയ സലാഹിക്കെതിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നതാണ് എന്നെ പ്രകോപിപ്പിച്ചത്. എന്നപ്പം നടപടി എടുത്തില്ല. എന്നാ എന്തിനെ പുറത്തു പോയത്? ഇതിന്റെ ഉള്ളിൽ തന്നെ നിന്നൂടാഞ്ഞോ? ഈ കോക്കസിന്റെ കൂടെ നിന്നൂടായിരുന്നോ? നീ തനിച്ച മടവൂരിയാന്നുള്ളയോ തെളിവാത്. ഇവനെ സഹായിച്ചതാരാ? തലശ്ശേരിയിലെ സിദ്ദീഖ്, മറ്റൊന്ന് കാസർഗോട്ട് ഹാരിസ് ചെറൂർ. ഇവർ മൂന്ന് പേര് കൂടി ഇറക്കിയ പുസ്തകമാണിത്. അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി. 2011 ജൂണിൽ ഈ പുസ്തകമാണ് കഴിഞ്ഞ KNM ഇലക്ഷനിൽ ആ കള്ളക്ലിപ്പിന്റെ സീഡിയും ഈ പുസ്തകവുമാണ് ഇവർ തെരഞ്ഞെടുപ്പ് ആയുധമായി ഗൂഢമായി മീറ്റിംഗുകൾ വിളിച്ച് ഇവർ പ്രചരിപ്പിച്ചത്. ഇവിടുന്ന് ഗ്രൂപ്പ് മീറ്റിംഗിന് കൊണ്ടുപോയിട്ടില്ലേ? എന്നോട് ഇന്ന് പറഞ്ഞു, പിലാത്തറയുള്ള ഒരു സുഹൃത്ത് KNM-ന്റെ സെക്രട്ടറിയാണ്, ഓനെ വിളിക്കാണ് ഇവിടുത്തെ ഒരു മുസ്തഫ. എന്താ വിളിക്കുന്നത്? വിളിച്ചിട്ട് പറയാണ് നല്ലൊരു ക്ലാസ് ഉണ്ട്,
നിങ്ങൾ സെക്രട്ടറി ആയതുകൊണ്ട് കുറെ ഇൽമ പഠിക്കാൻ പറ്റും. നല്ലൊരു ക്ലാസ് ഉണ്ട്, വരണം. ചെന്ന് നോക്കുമ്പോ എന്താ പച്ച ഗ്രൂപ്പ് മീറ്റിംഗാ. കണ്ടോ, മുജാഹിദ് ചന്ദ്രൻ ഉണ്ട് അവിടെ, കൊളത്തായി ഉണ്ട് അവിടെ, ബഷീർ ഡോക്ടർ ഉണ്ട് അവിടെ. എന്നിട്ട് നോട്ടീസ് വിതരണം, CP സലീമിനെ പറ്റി അപവാദം, CP സലീമിനെ തുറന്ന് സ്കരിക്കാൻ പാടില്ല, ഇതൊക്കെ അവിടെ പറയുന്നത്. ഇതല്ലേ കോക്കസ് നിങ്ങൾ കളിച്ചത്? ഈ പുസ്തകം എന്നറിയോ? അന്ധവിശ്വാസത്തേക്ക് പിൻവലി. ഇതിപ്പോ 2ാം എഡിഷൻ ഇറക്കിയത് മടവൂരികളാ. അപ്പൊ എന്താ അവിടെ നടന്നത്? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ സുഹൃത്തുക്കളെ. കഴിഞ്ഞ KNM ഇലക്ഷനിൽ ഇവർ ഉപയോഗിച്ചത് ഈ പുസ്തകവും ആ കള്ളക്ലിപ്പിന്റെ സ്റ്റേഡിയമായിരുന്നു. ഈ ചാരപ്പണിയാണ്. എന്നിട്ട് പറയാ പനി പിടിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്. പനി പിടിച്ചപ്പോൾ സക്കരിയ സലാഹിയെ പറ്റി പറഞ്ഞതൊക്കെ ഹക്കും, പനി പിടിച്ചപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയെ പറ്റി പറഞ്ഞതെല്ലാം നുണയുമാകുന്നു. അത് കേട്ട് വിശ്വസിക്കാൻ ഞങ്ങൾ മന്ദബുദ്ധികളല്ല. നോക്കണങ്ങള്, പനി പിടിച്ചപ്പോ 1.5 കൊല്ലത്തോളം ഫോണുണ്ട്, മണിക്കൂറുകൾ ഇനി ഞങ്ങളെ കയ്യിലുണ്ട്, വേണ്ട സമയത്ത് ഞങ്ങൾ ഇറക്കും. 1.5 കൊല്ലം പനിയാ. പനി പിടിച്ച അബ്ദുറഹ്മാൻ സലഫിനെ പറ്റി മാത്രം പറഞ്ഞു നുണയാണ്. എങ്ങനെ ആ ഒരു ഇന്നെ പറ്റി പറഞ്ഞൊക്കെ ഹക്കും. കണ്ടോ നോണ? അതാണ് അബ്ദുറഹ്മാൻ സലഫി എഴുതി കൊടുത്ത കുമ്പസാരത്തിന്റെ ഗുണം. ഏതായാലും സുഹൃത്തുക്കളെ, CDW ഗ്രൂപ്പ് മീറ്റിംഗ് വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ മുമ്പത്തെ ഗ്രൂപ്പ് മീറ്റിംഗ് പയ്യന്നൂരിലാണ് നടന്നത്. എന്നിട്ട് 2ാമത്തെ ഗ്രൂപ്പ് മീറ്റിംഗ് എറണാകുളത്തേക്ക് വിളിച്ചതായിരുന്നു. പിന്നെ അബ്ദുറഹ്മാൻ സലഫിയുടെ കുബുദ്ധിയാണ് CDW തന്നെ വിളിക്കുക. അപ്പൊ ആളുകൾ സംശയിക്കൂലല്ലോ. ആരൊക്കെയാ പങ്കെടുത്തത്? അബ്ദുറഹ്മാൻ സലഫി, നൂരിഷ, ഈ പറഞ്ഞ KKP അബ്ദുള്ള, സിദ്ദീഖ് തലശ്ശേരി, ഹാരിസ് ചേറൂര്, പയ്യന്നൂർ ടീം, പിന്നെ കാദറാജി, അതുപോലെ ഈ കോക്കസ് മുഴുവൻ അവിടെ പങ്കെടുത്തു. എന്നിട്ട് നേരെ പോയി ടീപ്പിന്റെ വീട്ടിലേക്ക്. 1ാമത്തെ ഡിമാൻഡ് സക്കരിയ സലാഹിയെ പുറത്താക്കണം. ആ ഗ്രൂപ്പ് മീറ്റിംഗ് നടക്കുമ്പോ ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി AP അപ്പുറത്ത് ചേംബറിൽ ഇരിക്കുന്നു. അയാൾ ചെന്ന് ചോദിച്ചു, ISMന്റെ കുട്ടികള് ഇവിടെ ഗ്രൂപ്പ് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ, നിങ്ങളറിയാം? ഞാൻ അറിയില്ല. നേരെ TPക്ക് ഫോൺ ചെയ്തു, ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നല്ലോ, നിങ്ങളറിയാം? ഞാൻ അറിയില്ല. കണ്ടോ, ഇതാണ് സുഹൃത്തുക്കളെ, ഇതാ ഗ്രൂപ്പ് മീറ്റിംഗ്. ഈ ഗൂഢപ്രവർത്തനം ഇതൊരു ദീനീ സംഘടനയ്ക്ക് പറ്റിയതാണോ? ഒരു ദീനീ സംഘടനയ്ക്ക് യോജിച്ചതാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിലൊന്നും കേട്ടുപരിചയമില്ലാത്തതാണ്. അതുകൊണ്ട് ഇതാണ് ഇവിടെ നടന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ ഗ്രൂപ്പ് മീറ്റിംഗിൽ തീരുമാനിച്ചതാണ് അടുത്ത ഇലക്ഷനിൽ ഒരു വിഭാഗത്തെ ജിന്ന് വിഭാഗം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം, എന്നിട്ട് ചേരിതിരിക്കണം, എന്നിട്ട് നമുക്ക് സംഘടന പിടിക്കണം. ഇലക്ഷൻ വിജ്ഞാപനം ആഗസ്റ്റിലാവുന്നത്. അതിന് മുമ്പ് ജൂണിൽ തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലുള്ള ആദർശ വിശദീകരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിലൊരു ആദർശ വിശദീകരണം കോഴിക്കോട് ജില്ലയുടേത് സംസ്ഥാന ആസ്ഥാനമായ CDW വെച്ച് നടക്കുമ്പോൾ അവിടെ വെച്ച് TP അബ്ദുള്ളക്കോയ മദനി പറഞ്ഞ വിടുവായിത്തം നിങ്ങളൊന്ന് കേട്ടോളൂ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അവസാനിപ്പിക്കണം. നമ്മളിവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് എന്നാണ് ആളുകൾ വിചാരിക്കുക. എന്നാ തുടങ്ങിയത്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല എന്നൊരു ചർച്ച നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായി. എവിടെയാണ് ആ ചർച്ച നടന്നത്? പയ്യന്നൂരിലാണോ? വെള്ളൂരിലാണോ? അതോ കടലുണ്ടിയിൽ ടീപ്പിന്റെ നാട്ടിലാണോ? അതോ KKP അബ്ദുള്ളന്റെ തളിപ്പറമ്പിലാണോ? ആരാണതിൽ പങ്കെടുത്ത ആള്? പച്ചക്കള്ളം തട്ടിവിടുകയാണ്. ആളുകളെ ചേരിതിരിച്ച് ഇലക്ഷൻ പ്രചരണമാണ്. അതേ യോഗത്തിൽ വീണ്ടും അയാൾ പറയട്ടെ. എന്നാൽ മുജാഹിദികളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നു. നഅൂദുബില്ലാ. നിങ്ങൾ ആലോചിച്ചു നോക്കും. ബബ്ബ പഠിക്കണം എന്താ അറിയോ? അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു കൊടുത്താണ്. തെറ്റോന്നല്ലോ, അല്ലേ? തനിച്ച ഇലക്ഷൻ പ്രചരണം, അല്ലല്ലാത്തവർ പ്രാർത്ഥിക്കാൻ പറ്റൂല എന്നൊരു ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. പച്ചക്കള്ളം ആളുകളെ ചേരിതിരിക്കാൻ വേണ്ടി ഇയാൾ തട്ടിവിടുകയാണ്. ഇതാണ് തനിച്ച ഇലക്ഷൻ പ്രചരണം. അപ്പൊ ഇത് കേട്ടു പോകുന്ന ആളുകൾ എന്താ രണ്ട് മനസ്സോടെയാ പോകുന്നത്? KNM ഇലക്ഷന് മുമ്പായി എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ ആദർശ വിശദീകരണം കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിയ സംഘടന പേരിലാണ് നടക്കുന്നത്. അപ്പൊ ആളുകൾ വിശ്വസിക്കുമല്ലോ. അതിനുവേണ്ടി പണ്ഡിയ സംഘടന ഹൈജാക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞത് എന്താ? എല്ലായിടത്തും പറഞ്ഞതാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ ഇതാ ശിർക്കിലേക്ക് പോയിരിക്കുന്നു. കഴിഞ്ഞ KNM ഇലക്ഷനിൽ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലില്ലാത്ത കളികളാണ് നടന്നത്. എന്നിട്ട് ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഇലക്ഷൻ യൂണിറ്റുകൾ തോറും മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞു. പക്ഷേ ഇലക്ഷൻ നടന്നില്ല. കാരണം എന്താ? ആദർശ വിശദീകരണം നടന്നിട്ടില്ല. എന്നിട്ട് ഇലക്ഷൻ അന്യായമായി നീട്ടിവെച്ചു കോക്കസ് നേതാവ്. എന്നിട്ട് ഒക്ടോബർ 15 ഇലക്ഷൻ, 14 ആദർശ വിശദീകരണം. ആദർശ വിശദീകരണം കഴിഞ്ഞ് ചേരി തിരിഞ്ഞു. എന്നിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത്. പലയിടത്തും
പലയിടത്തും വോട്ടെടുപ്പ് വേണ്ടി വന്നു, പലയിടത്തും വെല്ലുവിളികൾ ഉണ്ടായി, ഉന്തും തള്ളും ഉണ്ടായി. സംസ്ഥാന ഇലക്ഷനിൽ 5 പാനൽ വന്നു, അവസാനം 3 പാനൽ പിൻവലിച്ചു. അവസാനം 2 പാനൽ വന്നാൽ എന്താ ചെയ്യാ? 2 പാനലുള്ളവരെടുത്തിട്ട് ഒരു സമവായ കമ്മിറ്റി ഉണ്ടാക്കും. പക്ഷെ അബ്ദുറഹ്മാൻ സലഫിന്റെ ഗ്രൂപ്പ് പയ്യന്നൂർ കോക്കസ് നിർബന്ധം പിടിച്ചു വോട്ടിനിടണം. അപ്പൊ ഒരു പാനലുകാരൻ പറഞ്ഞു അത് നമ്മളെ ചരിത്രത്തിൽ ഇല്ലാത്തതാ, അതുകൊണ്ട് ഞാനത് പിൻവലിക്കുകയാണ്. ഇവരെന്തിനാ വോട്ടിനിടണമെന്ന് പറഞ്ഞറിയോ? ഇവർ താഴെ തലം മുതൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കൗൺസിലർമാരെ തെരഞ്ഞെടുത്തത് എന്ന് മാത്രമല്ല, ഇലക്ഷൻ നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഒപ്പ് ശേഖരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തന്റെ ഗ്രൂപ്പിന് മേൽക്കൈ കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഡിമാൻഡ് വെച്ചു വോട്ടിനിടണം. പക്ഷെ മറ്റൊരു പിൻവലിച്ചത് കൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ പക്ക ഗ്രൂപ്പ് പാനലാണ് പാസ്സായത്. ആ ഗ്രൂപ്പ് കോക്കസ് ആണ് ഇന്ന് സംഘടനയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഘടന പിടിച്ചിട്ടും ശിർക്കാരോപണം തുടരുകയാണ്. തലശ്ശേരിയിൽ വെച്ച് ഇതേ അബ്ദുള്ള കോയ മദനി പറഞ്ഞിട്ടുണ്ട്, വിജനമായ സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ ജിന്നുകളെ വിളിച്ചു തേടാം എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾ പ്രസംഗിക്കുകയാണ്. മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ ഒരു 1/2 മിനിറ്റ് ക്ലിപ്പ് എന്തായാലും കിട്ടൂലേ? തലശ്ശേരി വെച്ചിട്ട് സെപ്റ്റംബർ 21-ന് സംഘടന പിടിച്ചിട്ട് വീണ്ടും ശിർക്കാരോപണം തുടർന്നു. അതേ യോഗത്തിൽ ബഷീർ ഡോക്ടർ പറയാണ് ജിന്നുകളെ വിളിച്ച് സഹായം തേടാം എന്ന് പറഞ്ഞുകൊണ്ടൊരു കൂട്ടർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. സുറൂരിസവും മടവൂരിസൊക്കെ വന്നതുപോലെ ഒരു പുതിയ ഇസവുമായി ഇപ്പൊ ചില ആളുകൾ വന്നിരിക്കുന്നു. തലശ്ശേരിയിൽ വെച്ച് ഹനീഫയുണ്ടവിടെ, അബ്ദുറഹ്മാൻ സലഫി ഉണ്ടവിടെ, പാലത്തുണ്ടവിടെ. എന്നാ സുഹൃത്തുക്കളെ, ആ പറഞ്ഞ നുണയാണ് എന്ന് ഇപ്പോൾ ഒരു പുതിയ ചാരൻ ഇറങ്ങിയിട്ടുണ്ട്. KKP പോയല്ലോ. അപ്പൊ 2010 വരെ മടവൂരിലായിരുന്ന മടവൂർ വിഭാഗത്തിന്റെ സൗദി അറേബ്യയുടെ നാഷണൽ കമ്മിറ്റിയുടെ ഓർഗനൈസർ ആയിരുന്ന നാസർ സുല്ലമി എന്ന ചാരൻ, ആ ചാരന്റെ ക്ലാസ് ഇവിടെ കൊണ്ടുവന്നു. ചാരന്മാര് വന്ന പയ്യന്നൂര് വരാണ്ടക്കൂല. നാസർ സുല്ലമി എന്ന ചാരൻ പറയുന്നത് കേട്ടോളൂ. ഇതേ രീതിയിലുള്ള ഒരു പദപ്രയോഗമാണ്, ഒരു പദക്കസർത്താണ് ഇവിടെ സക്കരിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായി മനസ്സിലാക്കണം. പ്രാർത്ഥന എന്ന പദം അവർ ഉപയോഗിക്കാറില്ല. ഞാൻ വളരെ അടിവരയിട്ട് പറയാണ്, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നാണ് സക്കരിയാന്റെ അഭിപ്രായം. ഒരു സംശയമില്ല. ജിന്നിനോട് ദുആ ചെയ്യുന്നത് ശിർക്കാണ്, ജിന്നിനോട് ഇസ്തിഗാസ നടത്തുന്നത് ശിർക്കാണ്, ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂർസയൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. കണ്ടോ? അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് വാദമില്ല, അത് ശിർക്കാണ്. സഹായം തേടാമെന്ന് എനിക്ക് വാദമില്ല, അത് ശിർക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ ചാരൻ കൂടി സമ്മതിക്കുന്നു. എന്തിനധികം 1.5 കൊല്ലത്തോളം മുജാഹിദുകളെ വിളിച്ചുകൂട്ടി ഈ ശിർക്കാരോപണം നടത്തി. പക്ഷേ സെപ്റ്റംബർ 8-ന് ആദ്യം നമ്മൾ 1.5 കൊല്ലം ക്ഷമിച്ചു. ഇനിയും ജനങ്ങളെ മുമ്പിൽ ഈ പ്രസ്ഥാനം അപഹസിക്കപ്പെട്ടുകൂടാ എന്ന നിലക്ക് മാന്യന്മാർ ക്ഷമിക്കാൻ ഉപദേശിച്ചപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു. പക്ഷെ നിവൃത്തിയില്ലാതെയായി. സക്കരിയ സലാഹിയെ പുറത്താക്കിയത് ജിന്നുകളെ വിളിച്ച് സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് സമ്മതിച്ച് ഒപ്പുവെക്കാത്തത് കൊണ്ടാണ്. മാധ്യമം, മാതൃഭൂമി, മനോരമ, എല്ലാ പത്രത്തിലും ഇപ്പൊ പത്രത്തിന് ഞാൻ മറുകുറിപ്പ് കൊടുത്തു, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ശിർക്കു തന്നെ. അങ്ങനെ സെപ്റ്റംബർ 8-ന് 2012 സെപ്റ്റംബർ 8-ന് നമ്മൾ വിശദീകരിക്കാൻ ഇറങ്ങി. വിശദീകരണം ഒരു 1.5 മാസം മുന്നോട്ട് പോയപ്പോ കോക്കസിനെ മുജാഹിദുകൾ തടഞ്ഞു നിർത്തി ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ തെളിവ്, നിങ്ങൾ പറയുന്നല്ലോ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് അഭിപ്രായമുള്ളവരുണ്ട്, തെളിവുതാ എന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ഉത്തരം മുട്ടി. തിരുവനന്തപുരത്തെ ചുണക്കുട്ടികൾ തടഞ്ഞു വെച്ചു ഇവരെ. എന്നിട്ട് ഇത് പറയാതെ നിങ്ങൾ ഇവിടുന്ന് വിടൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഹനീഫ കായക്കൊടി 1.5 കൊല്ലത്തോളം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല.
എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. ഒരു വാദം എനിക്കില്ല, ഒക്കെ ഉണ്ടാക്കിയതാ. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അതും ചോദിക്കാന്നില്ലട്ടോ. അവിടെ മൂപ്പര് ട്വിസ്റ്റ് ചെയ്തു. ഈ അങ്ങനെ ഇല്ല വാദല്ല എന്ന് പറഞ്ഞ ഇതും അങ്ങനെ പറയണ്ടേ? തന്റെ മുമ്പിലുള്ള ഒരു ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കാം എന്നൊരു വാദം എനിക്കുണ്ടോ? അതുമില്ല. ആരെങ്കിലും അങ്ങനെ ചോദിച്ചാൽ അത് മുശ്രിക്കായി പോണ പണിയാണ് എന്ന് പറയണ്ട. ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. അത് ശിർക്കിലേക്ക് പോകുന്ന ഹറാമായ ചോദ്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, 1.5 കൊല്ലത്തോളം ഇവർ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച എന്താ? ഇങ്ങനെ വാദിക്കുന്നവരുണ്ട്. ആരാണത്? പേര് പറയില്ല. കുസുകുസു യോഗം കഴിഞ്ഞിട്ട് പറയും സക്കരിയ സലാഹി, മറ്റേ ആള്, ഇയാള്. ഈ ഗൂഢപ്രവർത്തനം നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് കടവത്തൂരില്ല. അവിടെ പള്ളിയിൽ എനിക്ക് ഇമാമുക്കാൻ പാടില്ല. 1940 മുതൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടെന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തറവാടാണ് അത്രേ. ഞാൻ എന്താ ഇസ്ലാം എന്ന് പുറത്തു പോയി? ഈ കോക്കസിന്റെ ലെറ്റർ പാഡിലും സീലും അനുസരിച്ച് പുറത്താക്കിന് നോക്കണം. ഞാൻ ശിർക്കിലേക്ക് പോയില്ലേ? സലാം പറയാൻ പല ആളുകൾക്കും മടി. അപ്പൊ നിങ്ങൾ മുജാഹിദ് കേരളത്തോട് മാപ്പ് പറയണം. അതാ വേണ്ടത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹിക്കും അബ്ദുൽ ജബ്ബാർ മൗലവിക്കും ജിന്നിനോട് തേടാമെന്ന് വാദമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാ അനീഫ പറഞ്ഞത്. എന്നാൽ അതേ നാവ് കൊണ്ട് 1 കൊല്ലം മുമ്പ് പറഞ്ഞത് കേട്ടോളൂ. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തു ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇത് തുഹ്ഫത്തു ദാക്കിരീനല്ല, ഏത് ദാക്കിരീൻ ഉദ്ധരിച്ചാലും 2005 ഇറങ്ങിയ ബുക്കാ. ഇപ്പോഴാണ് ഇത് ശിർക്ക് കാണുന്നത്. അതിനുശേഷം എത്ര വാദപ്രതിവാദത്തിന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് നടന്നു. അപ്പൊ തേടാന്ന് വാദമുണ്ടോ? ശരിക്ക് തേടാൻ തന്നെയാ വാദം. നീ കേട്ടോളി, കൊലായിൽ ഇരുന്നിട്ട് അടുക്കളയിലുള്ള ഭാര്യയോട് ചായ ചോദിക്കുന്നത് പോലെയാണ് ജിന്നിനോട് തേടൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇതേ നാവ് പറയുന്നു. എന്താ ചെയ്താൽ നമ്മളെ റൂമിൽ ഇരുന്ന് എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാണ് ഉള്ളത്. നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. അപ്പോ അടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ടല്ലല്ലോ. അതുപോലെ ഉള്ളൂ ജിന്നിനോട് ചോദിക്കണത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകളുണ്ട്. ആരാ അത് പറഞ്ഞത്? ഒരാളെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കൊലായിൽ ഇരുന്നിട്ട് അടുക്കളയിലെ ഭാര്യനോട് ചായ ചോദിക്കുന്നത് പോലെയാണ് ജിന്നിനോട് ചോദിക്കൽ എന്ന് പറഞ്ഞ ആ മുജാഹിദ് ആരാണ്? പറയണം നിങ്ങള്. ഇതൊക്കെ പറഞ്ഞ നിങ്ങൾ ആ തിരുവനന്തപുരത്ത് പോയിട്ട് എന്ത് പറഞ്ഞത്? അങ്ങനെ വാദമുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഭൗതിക കാര്യം ചോദിക്കാന്നും വാദമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ആ കാസറ്റ് പോലെ ഇറക്കിയതല്ലോ, നമ്മൾ റെക്കോർഡ് ചെയ്തോണ്ട് നമുക്ക് കിട്ടിയതാ. ഒരു കാസറ്റ് ഫോക്കസ് ഇറക്കുന്നില്ല. നമ്മുടെ കുട്ടികളെ റെക്കോർഡ് ചെയ്തോണ്ട് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ കിട്ടൂല. ഇപ്പൊ വലിയ വിഷയം എന്താണെന്നറിയോ? പുഴയിൽ വീണ ആള് കരയിലുള്ള ജിന്നിനെ വിളിച്ചാൽ അത് പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളെ അനസ് മുസ്ലിയാർ പറയട്ടെ. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ വളരെ വലിയ പ്രശ്നമാണ്. പുഴയില കിടക്കുന്ന ആള് കരയിലെ ജിന്നെ വിളിച്ചാല് കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. കണ്ടോ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ പ്രശ്നമാണ്. പുഴയെ കിടക്കുന്ന ആള് കരയിലെ ജിന്നെ വിളിച്ചാൽ പ്രശ്നമില്ല, കുഴപ്പമില്ല. ആരാ അങ്ങനെ പറഞ്ഞത്? പച്ച കളവല്ലേ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ചാരൻ തന്നെ എന്റെ ക്ലിപ്പിടുന്നത് കേട്ടോളൂ. അദ്ദേഹം നടത്തിയ 2 തട്ടിപ്പ്. ഒന്നാമത്തെ തട്ടിപ്പാണേത്? അഖ്സാ ഗായത്തിൽ വൽ ഖുദൂഇ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ്. ആ തട്ടിപ്പ് വെച്ച് ജനങ്ങളെ മുമ്പ് കിടക്കണ്ട. അത് മനുഷ്യന്റെ മുമ്പിൽ വരുന്നതാ, അത് ഉണ്ടാവണതാ. എപ്പോഴാ ഉണ്ടാവണത്? എല്ലാ ബന്ധവും കഴിഞ്ഞു. ഒരു കാര്യകാരണ ബന്ധവും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് മനസ്സിൽ സംഗതി എന്താണെന്നറിയോ? ഒരാള് എന്നോട് കുസൃതി ചോദ്യം ചോദിച്ചതാണ്. കരയിൽ നിൽക്കുന്ന ജോസഫിനോട് ജോസഫേ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല. കാരണം കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായതേട്ടാണ്. മനസ്സിന് പ്രാർത്ഥന ഉണ്ടാവില്ല. അതുകൊണ്ട് അത് ദുആ അല്ല, അതുകൊണ്ട് ശിർക്കല്ല. മൊയ്യദ്ദീൻ ശൈഖേ എന്ന് വിളിച്ചാലോ അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ള അഭൗതിക സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വിളിയാണ്. അതുകൊണ്ട് ശിർക്കാണ്. കാരണം അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുൽ, ഒരു വിളി ഇബാദത്താകാനുള്ള അടിസ്ഥാനത. ഇബാദത്തിന്റെ നിർവചനം എന്താ? അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും.
അതെപ്പോഴാ ഉണ്ടാകുക? വിളിക്കപ്പെടുന്നവൻ അഭൗതികമായ മാർഗത്തിൽ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായി തന്നെ സഹായിക്കാൻ കഴിയുന്ന ആളാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ ഉണ്ടാകുക. ഇവൻ പറയാണ് അതാണ് വരും. അഖ്സാ ഗായത്തിൽ ഖുദൂഉ ജിന്നാവുമ്പോൾ വരുന്ന ഉണ്ടാക്കുകയാണ്. അങ്ങനെ വരുന്നില്ല, മനസ്സിലുള്ള വിശ്വാസമാണ്. വിശ്വാസം വരുന്നതല്ല, വരുത്തുന്നതാ. നമ്മുടെ മുമ്പിലില്ല, നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമല്ല. അങ്ങനത്തെ ഒരു മാർഗം അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോഴാണ് ആ ഒരു അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ എന്ന ചിന്ത വരുന്നത്. ആ ചിന്തയാണ് ശബരിമലയിൽ പോകുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ക്രൈസ്തവൻ സഹോദരന്, ബദരീങ്ങളെ വിളിക്കുന്ന, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന മുസ്ലിമിനെ ജിന്നിനെ വിളിക്കുന്ന ഒരു ജിന്നൂരിക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഭൗതികമായ കാര്യകാരണ ബന്ധമല്ല, അഭൗതികമായ കാര്യകാരണ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ശ്രദ്ധിച്ചോളി. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഉ വതദല്ലുൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. എന്തിനാ ചങ്ങായി അത് ആവർത്തിച്ചിട്ടത്? അത് ആവർത്തിക്കണേ നമുക്കും വേണ്ടത്. ജിന്നുണ്ടെങ്കിലോ കരയില്, ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ജിന്നുണ്ടെങ്കിൽ അറിയില്ല, ചോദിക്കാൻ പറ്റൂല എന്നല്ലേ? അതന്നെ നിങ്ങളെ കൊണ്ട് തന്നെ ക്ലിപ്പിടിക്കുകയാണ്. ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. കുഴപ്പമില്ല എന്നാ മറ്റോ പറഞ്ഞേ. ഞാൻ പറഞ്ഞെന്താ? പാടില്ലാത്ത ഹറാമായ വിളിയാണ്, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്.